ഹലോ, ഇത് കണ്ടോ? എന്തൊരു ഭംഗിയായി പൂക്കൾ കാണാനല്ലേ. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പൂത്ത് നിൽക്കുന്നതാണ്. ഉണ്ടോ? ഇത് കുറേ എണ്ണം പഴുക്കാറായി നിൽപ്പുണ്ട്. ചെനച്ച് 1-2 ദിവസത്തിനകം നമുക്കത് പറിക്കണം. കണ്ടോ? ഞാനിതൊന്ന് പരാഗണം ചെയ്ത് കൊടുക്കണമല്ലോ എന്ന് ഓർത്ത് വന്നപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ തേനീച്ചകൾ വന്ന്. ഇതിങ്ങനെ ആദ്യമാണ് ഞാൻ കാണുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ചെറുതേനീച്ച വരുമായിരുന്നു. പക്ഷേ ഇത് വൻതേനീച്ച എല്ലാം വന്ന് നല്ലപോലെ പരാഗണം നടത്തുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്കിതൊരു പണിയാണ്. കണ്ടോ? എല്ലാം പൂത്ത് നിൽക്കും. ഇതിപ്പോൾ 3-4 ട്രിപ്പായി പൂക്കൽ. ആകെ ഇവിടെ 2 ചുവടെ ഞാൻ ഇത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ച് നട്ടിട്ടുള്ളൂ. പൂക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കേട്ടോ. നമുക്കിത് നമ്മുടെ ഇവിടെ ഇങ്ങനെ രക്ഷപ്പെട്ട് കിട്ടുമെന്നൊന്നും നല്ല ഉറപ്പൊന്നുമില്ലായിരുന്നു. അതിലിപ്പോൾ നമ്മൾക്കിതൊരു 2 കൊല്ലത്തോളമായി കായ്ക്കുന്നുണ്ട്. ഇപ്രാവശ്യമാണ് ഇതുപോലെ വളരെയധികം കായ്ക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ കൊല്ലമൊക്കെ അത്ര അധികം ഇല്ലായിരുന്നു. പക്ഷേ ഇതിപ്പം നമുക്ക് ഇഷ്ടംപോലെ 3-4 ട്രിപ്പെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചപ്പോൾ ഒരു 10-25 എണ്ണം ഉണ്ടായിരുന്നു. നമ്മൾ തിന്ന് നമുക്ക് കൊതി തീരാൻ മാത്രം നമുക്ക് കഴിക്കാനായിട്ടുണ്ട്. നമ്മുടെ പിള്ളേർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് കുറച്ച് ദിവസം ഈ പഴം ഇരിക്കും കേട്ടോ. എന്താണെങ്കിലും ഇത് നമുക്ക് വെച്ച് ഒരെണ്ണമെങ്കിലും ഒരു ചുവടെങ്കിലും ഒരു വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. നമുക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല വിലയുണ്ട്. നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഒന്നും ആകണമെന്നൊന്നുമില്ല. 1-2 എണ്ണം മേടിച്ച് നമ്മൾ പിന്നെ വേണ്ടാന്ന് വെക്കും. പോയി വാങ്ങിക്കാനും പൈസയും എല്ലാം ഒത്തു കിട്ടണ്ടേ. അപ്പം നമുക്കൊരു സാധാരണക്കാർക്കൊക്കെ ആണെങ്കിലും നമ്മുടെ പിള്ളേർക്ക് കൊതിതീരെ തിന്നാനായിട്ട് നമ്മളൊരു ചുവട് വെച്ച് പിടിപ്പിച്ചാൽ മതി. ഇത്രയും പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നൊരു ഫല ചെടി വളരെ കുറവാണ്. അതും ഇത്ര നന്നായിട്ട് കായ്ഫലം തരുന്നൊരു ചെടി തന്നെയാണിത്. ഇതിൻ്റെ ഫ്രൂട്ട്സിന് ഈ പറയുന്ന വലിയ ടേസ്റ്റൊന്നും പറയാനായിട്ടില്ല, എങ്കിലും ഇഷ്ടപ്പെടും. നമ്മുടെ മാങ്ങാപ്പഴം പോലെയോ അങ്ങനെയുള്ള ഒരു ടേസ്റ്റല്ല. ഇതൊരു വേറെ വെറൈറ്റി ടേസ്റ്റ്. പറഞ്ഞാൽ ഒരു കരിക്കൊക്കെ കഴിക്കുന്ന പോലെ. കണ്ട തേനീച്ചകൾ. ഇതാണ് ഇതിൻ്റെ പൂവിൻ്റെ ഉൾഭാഗം. ഇതിനകത്താണ് നമ്മൾ പരാഗണം ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ തേനീച്ചക്കുട്ടന്മാർ നമുക്കതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നുണ്ട്. ഇഷ്ടംപോലെ തേനീച്ചകൾ വന്ന് പരാഗണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ പൂക്കളെല്ലാം രക്ഷപ്പെട്ട് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മഴയുടെ കൂടുതൽ കൊണ്ട് അങ്ങനെ പരാഗണമൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒത്തിരി പൂത്തായിരുന്നു. അതെല്ലാം ഇപ്പോൾ കായായിട്ട് നിൽക്കുന്നത് കണ്ടോ. കുറച്ചൊക്കെ പോയായിരുന്നു മഴയുടെ കൂടുതൽ കൊണ്ട്. ചെറിയ തോതിൽ അഴുകിപ്പോവുകയൊക്കെ ചെയ്യും. നന്നായിട്ട് പരാഗണം ചെയ്ത് കിട്ടുന്നത് നല്ല ഒരുവിധം നല്ല കായായിട്ട് കിട്ടും. ചിലത് ഇതുപോലെ ചെറിയ കായായി പോവും. എങ്കിലും കുഴപ്പമില്ല. നമുക്ക് നമ്മൾ നട്ട് വളർത്തിയൊരു ഫ്രൂട്ട്സിൽ നിന്നും ഒരു ചെടിയിൽ നിന്നും ഇത്രയും ഫ്രൂട്ട്സുകൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് വലിയൊരു സന്തോഷം തന്നെയാണ്, അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ഒരു ചുവടെങ്കിലും വെച്ച് പിടിപ്പിക്കണം. ഇതിന് ഒരു വലിയ സംരക്ഷണമൊന്നും വേണ്ട. ഞാനിവിടെ ചുമ്മാ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് വെള്ളവും പിന്നെ നമ്മുടെ കോഴിക്കൂട്ടിൽ നിന്നും ആട്ടിൻകൂട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ചാണകവും ഒക്കെ വല്ലപ്പോഴും ഒക്കെ ഇട്ട് കൊടുക്കും. ചോട്ടിലധികം പണിയൊന്നും ഞാൻ ചെയ്യാറില്ല. അതിൻ്റെ വേരൊക്കെ പോകാണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നതല്ലാതെ മണ്ണ് കൂട്ടലോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ മുകളിലോട്ട് ഇച്ചിരി ചാണകപ്പൊടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ചോട് വകഞ്ഞു വെക്കൽ അങ്ങനെയുള്ള ഒരു ഇതും കാണിക്കാറില്ല. വളരെ ഇതിപ്പോൾ ഞാനൊരു
കോവലിൻ്റെയും പാവലിൻ്റെയൊക്കെ പന്തലായിരുന്നു ഇത്. ആ പന്തലയിലാണ് ഇത് കയറിയിരിക്കുന്നത്. ഇതിപ്പം താഴോട്ട് വരാത്തത് മേളിൽ കൂടെ ഇങ്ങനെ പന്തലേ കൂടെ കയറി നടക്കുന്നതുകൊണ്ട് ഇതുണ്ടോ, ഇതിങ്ങനെ താഴോട്ടാണ് നിൽക്കേണ്ടതെന്നാണ് പറയുന്നത്. എന്നാലും മുകളിലും പൂഴുന്നുണ്ട്, കായും ആകുന്നുണ്ട്. കോവലെല്ലാം ഈ മഴയുടെ കൂടുതൽ കൊണ്ടെല്ലാം ഇലയെല്ലാം പൊഴിഞ്ഞ് ഇനിയിപ്പോൾ പുതുതായിട്ട് തളർത്ത് വരണം. വെട്ടിവിടേണ്ട സമയം ഏകദേശമായി. ഇവിടെ എന്തേലും ഫ്രൂട്ട്സാണ് നിൽക്കുന്നത് കണ്ടോ. ഇതെല്ലാം നമുക്ക് നാളത്തെ കഴിഞ്ഞായിട്ട് പറിക്കാവുന്ന. ഇപ്പം തന്നെ ഒരു 10-20 ഫ്രൂട്ട്സുകൾ നമുക്ക് പറിക്കാനായിട്ട് ഇതിപ്പുണ്ട്. നമുക്ക് കൊതി തീരെ തിന്നാൻ മേലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ചെടി എന്താണെങ്കിലും വെച്ച് പിടിപ്പിക്കണം.